ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്പൈസ് പ്ലൻസ് ബൈ ശാലിനി. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു നാടൻ ഐറ്റം വെച്ചിട്ടുള്ളൊരു സൈഡ് ഡിഷാണ് ഞാൻ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണേ. ഇത് നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചെടുത്ത ഒരു കാച്ചിലാണ് കേട്ടോ. ഈ കാച്ചിൽ ഇന്ന് നമ്മളൊരു കറി വയ്ക്കുകയാണ്. ഇത് പുഴുക്കുണ്ടാക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മൾ ചോറിനാണെങ്കിലും കറിയായിട്ടാണെങ്കിലും ഉണ്ടാക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ചെത്തി എടുത്തിട്ടുണ്ട്. ഇതിനൊരു തരം വഴുക്കലുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒത്തിരി നേരം കഴുകിയാലേ അത് ശരിയാവുള്ളൂ. അപ്പോൾ ഇതൊന്നും വലുതായിട്ടും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ചെറുതായിട്ടല്ല, പെട്ടെന്ന് വേവുന്ന സാധനം ആയതുകൊണ്ട് ഇതൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അത് വെള്ളം അങ്ങ് തിളയ്ക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ വേവും അത്. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഒരു ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് കേട്ടോ. നമുക്ക് അറിയില്ലാത്ത ഒത്തിരി ഗുണങ്ങൾ ഇതിനകത്തുണ്ട്. പണ്ടത്തെ കാരണവന്മാർ പറയുമായിരുന്നു, ഇതൊക്കെ ഒരു പ്രായപൂർത്തിയാവുന്ന കുട്ടികൾക്ക് ഇത് കൊടുക്കണം, അവരിൽ ഒത്തിരി ഗുണങ്ങളുണ്ട് ഇത് കഴിച്ചാൽ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മളിനി ഒന്ന് ഒരു പാത്രത്തിൽ വേവാൻ വയ്ക്കുകയാണ്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെയൊക്കെ ഇട്ടിട്ട് ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് നമുക്കിതൊന്ന് വേവാൻ വയ്ക്കാം. ഇത് നമ്മൾ കറിയായിട്ടും കൂട്ടാം, അല്ലെങ്കിൽ നമ്മൾ ഇത് വേവിച്ചെടുത്തിട്ട് ഇത്തിരി മുളകൊക്കെ പൊട്ടിച്ച് കഴിക്കാനും നല്ല സാധനമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ആവശ്യമുണ്ട്. ഒരു 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത്തിരി ജീരകം, ഇത്തിരി മഞ്ഞൾപ്പൊടി, പിന്നെ ഇതെല്ലാം കൂടെ നമ്മൾ അരയ്ക്കണം. അപ്പോൾ 2 ചെറിയുള്ളി, കാന്താരി മുളക്, അതാണ് അതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. നല്ല എരിവുള്ള കാന്താരി മുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ട് നമ്മളൊന്ന് അരച്ചെടുക്കുകയാണ്. കറിവേപ്പില അരയ്ക്കേണ്ട, കറിവേപ്പില നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് അടർത്തിയിടുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പണ്ടത്തെ അമ്മമാർ പറയുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, കാരണം അത് പ്രത്യേകിച്ച് ആൺകുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഒരു 10-15 വയസ്സായാലും അത് കൊടുക്കണം എന്ന് പറയും. പണ്ടത്തെ അമ്മമാർ കൊടുക്കാറുണ്ട്. അത് അവർക്ക് ഒത്തിരി പ്രത്യുൽപാദന ശേഷി ഉണ്ടാകുന്ന ഒരു എന്തോ ഒരു കണ്ടൻറ്റ് ഈ കാച്ചിലുണ്ടെന്നാണ് പറയണത്. നമുക്കറിയില്ല. ആൺകുട്ടികളെന്ന് മാത്രമല്ല, പെൺകുട്ടികൾക്കാണെങ്കിലും എല്ലാം ആവശ്യമുള്ളതാണല്ലോ. പ്രത്യുൽപാദന ശേഷി അവർക്കും ആവശ്യമുണ്ട്. പക്ഷേ ഇത് കൂടുതലും ഹൈലൈറ്റ് ചെയ്ത് കേട്ടിട്ടുള്ളത് ആൺകുട്ടികൾക്ക് വളരെ ഗുണം ചെയ്യുന്നതാണ്. കാരണം കൗണ്ടൊക്കെ കൂടുക എന്നുള്ളതായിരിക്കും അതിൻ്റെ മെയിൻ ഉദ്ദേശം. അതൊക്കെ ഞാൻ എൻ്റെ അമ്മ ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് മക്കൾക്കാണെങ്കിലും നമ്മൾ കൊടുക്കണം. ഇപ്പോഴത്തെ കുട്ടികൾ ഇതൊന്നും കഴിക്കില്ല. അതെല്ലാം നമ്മൾ ശീലിപ്പിക്കണം. നമ്മുടെ കുട്ടികളുടെ പഴയ മനുഷ്യരുടെ ആരോഗ്യം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾ കുഴിമന്തി അതുപോലെയുള്ള അൽഫാം അതും ഇതൊക്കെ കഴിച്ചിട്ടാണ് അവരിപ്പോൾ കഴിയുന്നത്. അവരുടെയൊക്കെ ഹെൽത്തിനെ അതിനൊക്കെ ഒത്തിരി ബാധിക്കും. വല്ലപ്പോഴൊക്കെ കഴിക്കട്ടെ, എന്നാലും നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യണം. അപ്പോൾ നമ്മളത് അരപ്പൊക്കെ നന്നായിട്ട് അരച്ചതിൽ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നമ്മളതൊന്ന് അധികം തിളയ്ക്കണ്ട, ഒന്ന് പതഞ്ഞ് വരുമ്പോൾ നമുക്കതൊന്ന് നിർത്തിയിടണം. ഇനി നമ്മൾ ആ വെച്ചിരിക്കുന്ന കറിവേപ്പില നമ്മളിതിലേക്കൊന്ന് ഊരിയിട്ട് കൊടുക്കുകയാണ്. നല്ല കാന്താരി മുളകിൻ്റെയും ആ ജീരകത്തിൻ്റെയൊക്കെ മണം വരുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഫുൾ സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ. നല്ല സ്മെല്ലാണ് കേട്ടോ വരുന്നത്. ഇത് കഴിക്കാൻ മടി കാണിക്കുന്ന കുട്ടികൾക്കാണെങ്കിലേ ഇത്തിരി മീൻകറിയൊക്കെ വെച്ച് കൊടുത്താൽ അവർ കഴിക്കും. നമ്മളിതിൻ്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. മറ്റുള്ള ഫുഡുകളുടെയൊക്കെ ഫാസ്റ്റ് ഫുഡിൻ്റെയൊക്കെ ദോഷങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാവുന്ന കുട്ടികൾ ഇത് അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.